ആലുവ ശിവരാത്രി മണപ്പുറത്തെ ബലിതർപ്പണത്തിനു ശേഷം പെരിയാറിലേക്ക് ഒഴുകിയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയും സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്നെടുത്ത നടപടികൾ മാതൃകയായി. 1.5 ടണ്ണോളം ജൈവ മാലിന്യങ്ങളാണ് ആദ്യ ദിനം തന്നെ നീക്കം ചെയ്ത് ബയോ ബിന്നുകളിൽ എത്തിച്ച് സംസ്കരിച്ചത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷമുള്ള അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുകയാണ് പതിവ്. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം പുഴയിലേക്ക് ഒഴുകുന്ന ഇലയും അരിയും പൂവുമെല്ലാം സമീപ കടവുകളിൽ ചെന്ന് ചീഞ്ഞളിയും. ഇക്കുറി പുഴയിൽ അവശിഷ്ടങ്ങൾ പരക്കുന്നത് തടയാൻ പുഴയിലേക്ക് ഇറക്കി വേലി കെട്ടി നെറ്റടിച്ച് തിരിച്ചിരുന്നു. പിന്നീട് വഞ്ചിയിലെത്തി ഇവ കോരി മാറ്റി മണപ്പുറത്ത് തന്നെ ഒരുക്കിയ ബയോ ബിന്നുകളിലേക്ക് എത്തിച്ചാണ് സംസ്കരിച്ചത്. ശിവരാത്രിയുടെ ആദ്യ ദിനം തന്നെ 1.5 ടണ്ണോളം ജൈവ മാലിന്യങ്ങളാണ് പുഴയിൽ നിന്ന് കോരി മാറ്റിയത്. ആലുവ നഗരസഭയും റോബോബിൻ റോബോട്ടിക്സ് എക്കോസിസ്റ്റം എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും സഹകരിച്ചാണ് മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഒരുക്കിയത്. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഇവിടെ ഈ അരിയെല്ലാം പുഴുവരിച്ച് പുഴയെ നല്ലതായിട്ടും മാലിന്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഇലയെല്ലാം നമ്മൾ സംസ്കരിക്കാനായിട്ട് മാറ്റുകയാണ്. പെരിയാറ് ശുദ്ധീകരിക്കാനായിട്ടുള്ള എല്ലാ ഇതും നമ്മൾ ചെയ്യും. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുമായിട്ട് ഒരു റോബോബിൻ എന്ന കമ്പനിയുടെ സ്റ്റാഫായിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന മറ്റിടങ്ങളിലും ഇത് മാതൃകയാക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.